ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള ഇത് സൗണ്ട് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ മൗണ്ടൻ ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ അറിയാലോ, അവർക്ക് പോലും പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു വലിയ മല. അതിന് കാരണം ആ മല കീഴടക്കാൻ പോയ ഒരാളെയും പിന്നീട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല. മല കയറി പാതി എത്തുമ്പോൾ തന്നെ അവരെ എല്ലാവരെയും കാണാതാവുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള കാരണം എന്താണ് ആ ഒരു മലയുടെ മുകളിൽ എന്നെല്ലാം അവസാനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അതേപോലെ തന്നെ ലൈൻ വേ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു കൂപ്പൺ കോഡ് കൂടിയുണ്ട്, SRV100 എന്ന് പറഞ്ഞിട്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ മറക്കാതെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇനി അതിലെ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും ചെയ്യാം. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ അതൊന്ന് ചെക്ക് ചെയ്തേക്കുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് 1959 കാനഡയിലെ ഒരു വലിയ പർവ്വതം. അതിന് മുകളിലാണെങ്കിൽ നല്ല മഞ്ഞു മൂടി, അതേപോലെ തന്നെ കാറ്റും വീശുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മലയുടെ മുകളിൽ കാണിക്കുമ്പോൾ ദേഹം മുഴുവൻ പരിക്ക് പറ്റിയ ഒരാള് ആ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ വലിയൊരു കല്ലില് കയറെല്ലാം വെച്ച് കെട്ടി അയാളുടെ ദേഹത്തത് കെട്ടിയിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മലയുടെ മുകളിൽ നിന്നും ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കാറ്റിനിടയിൽ പ്രത്യേകതര ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം കൂടി കേൾക്കുന്നതും അയാൾ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ഈ ഒരു കയറെടുത്ത് ദേഹത്തേക്ക് വെച്ച് പതിയെ ആ ഒരു കയറ് വിട്ട് താഴേക്ക് ഇറങ്ങാണ്. ഇപ്പോഴും ആ ഒരു ശബ്ദം അയാളെ ഫോളോ ചെയ്യുന്നത് പോലെ അയാൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പകുതിയിൽ വെച്ചിട്ട് അയാളെ ഇപ്പോൾ മുകളിൽ നിന്നും എന്തോ ഒരു കാര്യം വലിച്ചു കയറ്റുന്നു. പക്ഷെ മുകളിൽ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കയറ് വിട്ട് താഴേക്ക് വരും തോറും ഇത് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് ഈ ഒരു കയറ് തീരുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ അവസാനം ആ ഒരു കയറിന്റെ പിടിവിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരു സെക്രട്ടറി കുറച്ച് ഫയലുമായിട്ട് ഒരു റൂമിനകത്തേക്ക് കയറിപ്പോവാണ്. എന്നിട്ട് അവരുടെ ഓഫീസറോട് ആ ഒരു ഫയൽ കൊടുക്കുന്നതും പെട്ടെന്ന് ആ ഒരു റൂമിലെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സെക്രട്ടറി വെളിയിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരോട് പറയുന്നുണ്ട്, മിഷൻ ഇപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടേക്ക് പോയ ആരെയും നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇനിയിപ്പോൾ പുതിയ ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഫോണിൽ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും നമുക്ക് അതിന് മുകളിൽ ആ ഒരു എനർജി സോഴ്സിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓഫീസർ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളെ ഇനിയും ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നതും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വലിയ മലയുണ്ട്. അതിന് മുകളിലേക്ക് കയറുന്ന 2 ക്ലൈംബേഴ്സാണ്, ഒരു ലേഡിയും അതേപോലെ തന്നെ ഒരു ബോയ്. ഇവർ രണ്ടുപേരും നല്ലതുപോലെ തന്നെ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ കാണുന്ന നമുക്കാണെങ്കിലോ കാണുമ്പോൾ തന്നെ നല്ലതുപോലെ തല ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവരെങ്ങനെ കയറുമെന്നാണ്. അപ്പോൾ അവരുടെ കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നിട്ട് മറ്റൊരു മല കയറാനായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കൂടെയുള്ള കുറച്ച് ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള വില്യം കയറി വരുന്നത്. അവനാണെങ്കിൽ നല്ലൊരു ക്ലൈംബറാണ്. അപ്പോഴാണ് അവിടേക്ക് ഡെയ്ന എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട്, ഹേയ് എൻ്റെ സുഹൃത്ത് ബ്രെറ്റ്, ഇവിടെയുള്ള ഒരു വലിയ മലയില്ലേ, അതിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു കൂട്ടത്തിലുള്ള വേറൊരുത്തം പറയും, ഹേയ് ആ ഒരു മലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് ആരും ഇതുവരെയും ധൈര്യം കാണിച്ചിട്ടില്ല. അതുമല്ല അതിന് മുകളിലേക്ക് കയറിയവരാണെങ്കിലോ ഇതുവരെയും തിരിച്ചു വന്നിട്ടുമില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അവരോട് പറയുന്നത്, നിങ്ങളുടെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ആ ഒരു മലയുടെ മുകളിലേക്ക് പോയ ആളുകളിൽ ഒരാൾ എൻ്റെ മുത്തശ്ശനാണ്. കഴിഞ്ഞ 63 വർഷമായി എൻ്റെ മുത്തശ്ശൻ അവിടെ പോയി മരണപ്പെട്ടിട്ട്. പിന്നീട് ഞാൻ ഒരിക്കലും എൻ്റെ മുത്തശ്ശനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ബാക്കി എല്ലാവരും ഈ കാര്യം കേട്ടിട്ട് ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മലയുടെ അടുത്തേക്ക് പോയാലോ എന്നുള്ള രീതിയിൽ ഇവർ ആ ഒരു കാര്യം സംസാരിക്കും. അതേസമയം തന്നെ ഇവിടെയുള്ള ആ ഒരു ഓഫീസിൽ ഒരു പുതിയ ഏജന്റ് വന്നിട്ട് അയാളിപ്പോൾ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ആ ഒരു മിഷൻ ഫെയിൽ ആയത്, ഇനി അത് വീണ്ടും തുടങ്ങിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ വില്യമിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും വില്യം ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, വയസ്സായിട്ടുള്ള. അയാളെ വിളിച്ചിട്ട് ഇവരെ റിക്രൂട്ട് ചെയ്യാമെന്നുള്ള ഒരു കാര്യം അയാൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അയാളോട് താങ്ക്സ് എല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് വില്യം നേരെ അവൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. എന്നിട്ട് അവൻ്റെ അച്ഛനോട് പറയും, ഇതുപോലെ ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്, മുത്തശ്ശൻകാരി അതേ മലയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും വില്യമിന്റെ അച്ഛന് അത് ഒരിക്കലും ഇഷ്ടപ്പെടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഹീറോ ഇതുപോലെ ക്ലൈംബിങ് ചെയ്യുന്നത് ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നീ ആ ഒരു സ്ഥലത്തേക്ക് പോകരുത് എന്നവൻ്റെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും,
മുത്തശ്ശനെ കൊണ്ടോ ആ ഒരു മല കയറാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. ഞാൻ എന്തായാലും ചരിത്രം മാറ്റി എഴുതും. ഞാൻ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറുമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹീറോ എന്തായാലും പോകാനായിട്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അച്ഛന് അത്രയും ടെൻഷൻ. ഇവനോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ്റെ മുത്തച്ഛൻ്റെ അവസ്ഥ ഒരിക്കലും അവന് വരരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കാറും എടുത്ത് നേരെ ആ ഒരു മലയുടെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവൻ്റെ കൂടെയുള്ള ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവൻ്റെ കൂടെയുള്ള ഒരുത്തൻ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരുത്തനെ കാണുന്നത്. അപ്പോൾ അവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള ഒരേ ഒരു വഴി പാരച്യൂട്ട് ഉപയോഗിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. അത് മാത്രമേ ഉള്ളൂ. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ അത് കേട്ട് ഹീറോ നേരെ ഈ ഒരു മലയുടെ താഴേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇവരെ നയിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ലീഡർ ഉണ്ടല്ലോ, അവൻ വരുന്നു. അവൻ്റെ പേര് കോൾട്ടൺ. അതുപോലെ കോൾട്ടൺ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ അനുവാദം ഇല്ലാതെ ഇവർക്ക് മുകളിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അവരുടെ അനുവാദം ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടീമിൽ ഇപ്പോൾ ആകെ 8 പേരുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന് മാത്രമേ ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് അനുവാദം തന്നിട്ടുള്ളൂ. ഇനിയുള്ള ഗ്രൂപ്പുകൾക്ക് വരാൻ കഴിയുമില്ലെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, എന്തായാലും ഞാൻ ഈ ഒരു കാര്യം മിസ് ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ വരാൻ വേണ്ടി അവൻ അവൻ്റെ കാറിലേക്ക് പോയി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോൾട്ടൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ക്യാരി എന്ന് പറഞ്ഞൊരു പെണ്ണ് അവൾ വന്നിട്ട് പറയും, എനിക്കും ഇതിന് മുകളിലേക്ക് കയറണം, ഞാനും വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കോൾട്ടൺ പറയും, ഇല്ലില്ല, നീ ഇവിടെ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വണ്ടിയിൽ തന്നെ വേണം. അതുപോലെ ഈ ഒരു കമ്പനി എൻ്റേതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാത്രമേ നിനക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവൾ അവിടെ തന്നെ നിർത്തും. അങ്ങനെ അത് കഴിഞ്ഞ് കോൾട്ടൺ ഈ ഒരു ടീമിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വില്യമും ജസ്റ്റിനും അല്ലാതെ ഇവരുടെ കൂടെ ബാക്കിയുള്ളവര് ക്രിസ്ത്യൻ, എമിലി, ലക്കി, ജെസ്, ബ്രാഡ് ഇപ്പൊ ഈ ഒരു മലയുടെ മുകളിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം എന്തായാലും എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. അതുപോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു മലകളിൽ ഡ്രില്ല് ചെയ്യാൻ കഴിയത്തില്ല. പലയിടങ്ങളിലായിട്ട് വിള്ളലുകളുണ്ട്, അവിടെ നമുക്ക് ഹാങ് ചെയ്ത് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഗുയു സിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരാളെ, അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരാളാണ്, അയാളെ ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഇയാളാണ് ഈ ഒരു പ്രദേശം മുഴുവനായിട്ട് നമ്മളെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് അയാളെ എന്തായാലും ബഹുമാനിക്കണം. അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ യാത്രയ്ക്ക് എന്തായാലും നല്ലൊരു ആശംസ നേരുന്നുണ്ട്. അതുമല്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ആരെയും ഇതിന് മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങളെ അകത്തേക്ക് വിടാനായിട്ടുള്ള കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ കൗൺസിൽ നല്ലതുപോലെ ചർച്ച ചെയ്തു, ഇതാണ് പറ്റിയ സമയം, അതുകൊണ്ടാണ് നിങ്ങളെ മാത്രം മുകളിലേക്ക് വിടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്, അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. മലയുടെ മുകളിലേക്ക് കയറുന്നവരല്ലാതെ വേറെ ആരെയും ഞങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് അടുപ്പിക്കത്തില്ല, അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി. അതേപോലെ തന്നെ കോൾട്ടൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ ഒരു മലയെ നശിപ്പിക്കരുത്, കാരണം ഞങ്ങൾ ഈ ഒരു മലയെ ആരാധിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നങ്ങ് പോവാണ്. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും അവിടെ കിടന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം തന്നെ ഇവരെല്ലാവരും മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരിയും അതേപോലെ തന്നെ അവളോടൊപ്പം വേറൊരുത്തനുണ്ട്. ഇവർ രണ്ടുപേരാണ് ഇവരുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവര് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്, പക്ഷെ അതിൽ എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ ശബ്ദമെല്ലാം മാറി. അങ്ങനെയാണ് അവന് കേൾക്കുന്നത്. ആ ഒരു കാര്യം ക്യാരിയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും മുകളിലേക്ക് പോയ അവരെല്ലാവരും ഈ ഒരു മലയുടെ പകുതി കയറിയിട്ട് അവിടെ ടെന്റ് അടിച്ചാണ് കിടക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നല്ലതുപോലെ ഹാങ് ചെയ്തിട്ട് അതിലായിരിക്കും അവർ താമസിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആവാൻ വേണ്ടി അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നമ്മുടെ വില്യം ഗുയോസ്കി എന്ന് പറഞ്ഞിട്ട് അയാളുണ്ടല്ലോ, അയാളെ കാണാൻ വേണ്ടി അയാളുടെ അടുത്ത് ഇങ്ങനെ ചെല്ലാണ്. കാരണം വില്യം ഒരിക്കലും മുകളിലേക്ക് കയറിയില്ല. അങ്ങനെ വില്യം നടന്നു പോകുമ്പോഴത്തേക്ക് ഇയാളെ കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്യം പറയുന്നത്, എന്റെ മുത്തശ്ശൻ നിർത്തിവെച്ചത് എനിക്ക് അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കേൾക്കുന്ന ആ ഒരു അപ്പവും പറയും, നിന്റെ മുത്തശ്ശൻ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറിയിരുന്നു, അയാളാണ് ആദ്യമായിട്ട് അതിന് മുകളിൽ കയറിയത്. അപ്പൊ ഹീറോ പറയുമല്ല, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു മലയുടെ മുകളിലേക്കുള്ള കയറ്റത്തെക്കുറിച്ചല്ല. പിന്നീടും ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് പല തലമുറകളായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആരെക്കൊണ്ടും ആ ഒരു പാറയുടെ മുകളിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ആ ഒരു മലയുടെ മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനൊരു ഈവിലെന്നോ പേരില്ലാത്ത എന്തോ ഒരു സാന്നിധ്യം അതിന് മുകളിൽ താമസിക്കുന്നുണ്ട്. കഥകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയത് 100 വർഷങ്ങൾക്ക് മുന്നേ ആകാശത്ത് നിന്നാണ് ആ ഒരു കാര്യം മലയുടെ മുകളിലേക്ക് വന്ന് വീണതെന്നാണ്. ഞങ്ങളുടെ പൂർവികർ മാത്രമേ അതിനടുത്തേക്ക് ചെന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു കാര്യവും എന്റെ മുത്തശ്ശനും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു ശക്തിക്ക് അതിന് മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരാൾ വേണം. പക്ഷെ നിന്റെ മുത്തശ്ശൻ ഈ ഒരു ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വയം തന്റെ ജീവൻ ത്യാഗം ചെയ്യുമായിരുന്നു. അപ്പോൾ ഹീറോ അത് പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. അല്ല, അതിന് മുകളിൽ എന്താ സംഭവിക്കുന്നത്? കഥകളിൽ പറയുന്നത് അതിന് മുകളിൽ ആത്മാക്കളാണ് ഉള്ളതെന്ന്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി അവരുടെ മനസ്സ് നിയന്ത്രിച്ച് അത് താഴേക്ക് എത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം എന്റെ മുത്തശ്ശൻ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് മുകളിലേക്ക് പോയത്, എനിക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല.
പക്ഷെ ഇപ്പോൾ എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇത്രയും കാലം വേറെ ആരെയും അതിന് മുകളിലേക്ക് കയറ്റാതിരുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, പക്ഷെ ഇപ്പോ ഞങ്ങളുടെ ടീമിനെ എന്തിനാ മുകളിലേക്ക് പറഞ്ഞു വിട്ടത്? അതിനൊരു കാരണമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഗവൺമെന്റുകളും ഒരുപാട് കാലമായിട്ട് അതിന് മുകളിലുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരെ കൊണ്ടും അത് കഴിഞ്ഞില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അതിന് മുകളിൽ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പോ ആ ഒരു ശക്തി മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് താഴേക്ക് വന്ന് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയാൽ മതിയാവൂ. അതുകൊണ്ട് നിന്റെ മുത്തശ്ശൻ നിർത്തിയ ആ ഒരു സ്ഥലത്ത് നിന്നും നീ എന്തായാലും തുടങ്ങണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറണമെന്നാണോ? അതെ, നീ മുകളിലേക്ക് പോയിട്ട് അതെന്നേക്കുമായിട്ട് നിർത്തണം. അപ്പോൾ ഹീറോ പറയും, അതെങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? ഞാൻ സാധാരണ ഒരു ക്ലൈംബർ മാത്രമാണെന്ന് പറയുമ്പോൾ, ഇല്ല, നിനക്ക് മാത്രമേ അതിന് മുകളിലേക്ക് കയറി അത് തടയാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ എന്തോ ഒരു വടി പോലെ എന്തോ ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. ഇത് വെച്ച് നീ അതിനെ തടയണമെന്നും പറഞ്ഞ് ആ ഒരു അപ്പൂപ്പൻ അവിടെ നിന്നങ്ങ് പോവും. അതുമല്ല, നീ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പല ശബ്ദങ്ങള് നിന്റെ ഉള്ളിൽ കയറാൻ ശ്രമിക്കും. പക്ഷെ അതിന് എന്നും നീ വകവെക്കരുത്. നിന്റെ ഫോക്കസ് എപ്പോഴും മുകളിലേക്ക് പോവുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരിക്കണം എന്നുള്ള കുറച്ച് അഡ്വൈസും പോകുന്നതിന് മുന്നേ ആ ഒരു അപ്പൂപ്പൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു മലയുടെ മുകളിൽ കാണിക്കുമ്പോൾ ഒരു ടെന്റില് ലക്കിയും എമിലിയും ഇവര് രണ്ടുപേരും എഴുന്നേറ്റിട്ട് ഇവർ ഇതിനു മുന്നേ കയറിയ മലകളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. കാരണം അത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കോൾട്ടനാണ് ഇവരെല്ലാവരെയും ഗൈഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നത്. അവൻ ഈ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പുകളിലെല്ലാം ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് മുകളിലേക്ക് അങ്ങനെ പോകും. നേരത്തെ താഴെ ആ ഒരു അപ്പൂപ്പൻ പറഞ്ഞതുപോലെ ഈ ഒരു പാറകളിൽ അവരൊരിക്കലും ഡ്രില്ല് ചെയ്തില്ല, കാരണം അത് ഈ ഒരു പാറയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ശബ്ദം നമ്മുടെ കോൾട്ടന് കേൾക്കുന്നു. അതും പല രീതിയിൽ. അവൻ പെട്ടെന്ന് കണ്ണടയ്ക്കുമ്പോഴത്തേക്കും അവന്റെ കൂടെയുള്ള ഓരോരുത്തരുണ്ടല്ലോ, അവരെല്ലാവരും അവനോട് സംസാരിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ അവനിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് കോൾട്ടൻ നോർമൽ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് അവരുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാവരോടും, ഹേയ്, നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും പരസ്പരം പറയുന്നുണ്ട്, എന്താ ഇപ്പൊ സംഭവിച്ചത്? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയോ എന്നുള്ള കാര്യങ്ങൾ. കാരണം കോൾട്ടന് സംഭവിച്ച അതേ കാര്യം അവർക്കും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ താഴെ ഗേബും അതേപോലെ തന്നെ ക്യാരിയും ഇവര് രണ്ടുപേരും വണ്ടിയിലിരിക്കുമ്പോൾ ആ റേഡിയോയിൽ ഒരു പ്രത്യേകതര ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഗേബ് വന്നിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കണക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ വില്യം ഈ ഒരു വണ്ടിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ക്യാരിയെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെ ആ ഒരു അപ്പൂവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവളോട് സംസാരിക്കുമ്പോഴത്തേക്കും അവൾ ഇത് വലിയ കാര്യമാക്കത്തില്ല, അവൾക്ക് ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്. അങ്ങനെ അതേസമയം ഇവിടെ മലയുടെ മുകളിൽ കാണിക്കുമ്പോൾ ജെസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മുകളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ കോൾട്ടനെ അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ കോൾട്ടൻ എന്തോ ശരിയായിട്ട് തോന്നില്ല. എന്നിട്ട് കോൾട്ടൻ പറയും, ഹേയ്, കുഴപ്പമൊന്നുമില്ല, മുകളിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബ്രാഡും അതേപോലെ തന്നെ ക്രിസ്റ്റി ഇവര് രണ്ടുപേരാണ് ഒരുമിച്ച് പോകുന്നത്. ഇവരെല്ലാവരും ഓരോ പെയറായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ബ്രാഡ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടേക്ക് വന്നിട്ട് ഇനി കുറച്ച് മുകളിലേക്ക് പോകണം. അവിടെയാണെങ്കിൽ കുറച്ച് പുറത്തോട്ട് നിൽക്കുന്ന ഒരു കല്ലുണ്ട്. അതിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ബ്രാഡ് പതിയെ മുകളിലേക്ക് കയറുന്നു. അപ്പൊ ക്രിസ്ത്യൻ ആണെങ്കിലോ താഴെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രാഡ് നേരെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടും അവനെ അവള് കാണുന്നില്ല, അവനെ കാണാൻ കഴിയുന്നില്ല. ആ ഒരു പാറ എങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുറെ നേരം അവള് വെയിറ്റ് ചെയ്തിട്ടും അവൻ വരാത്തത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഇപ്പോ ബ്രാഡിനെ വിളിക്കുകയാണ്, ഹേയ് ബ്രാഡ്, നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ പ്രതികരിക്കുന്നില്ല. അങ്ങനെ അവളെന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ ആ ഒരു കയറുണ്ടല്ലോ അത് പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ആ ഒരു കയറ് അവളുടെ കയ്യിലേക്ക് വന്ന് വീണു. ഇപ്പൊ ഇവനെവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. അവളിപ്പോ ആകെ കേൾക്കുന്നത് കാറ്റിന്റെ സൗണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഒരു കാര്യം ക്രിസ്റ്റി കോൾട്ടനോട് വിളിച്ചു പറയുമ്പോഴത്തേക്കും കോൾട്ടൻ താഴെയുള്ള ആ ഒരു ടീമിനെ വിളിച്ചിട്ട്, ഹേയ്, ബ്രാഡുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ബ്രാഡുമായിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതേ സമയം ഇവിടെ ക്രിസ്റ്റിയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കും, ബ്രാഡ്, നീ താഴേക്ക് ഇറങ്ങി വരുവാണോ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ബ്രാഡ് ഉണ്ടല്ലോ, അവൻ ആ ഒരു പാറയുടെ അടുത്ത് നിന്ന് താഴേക്ക് തന്നെ നോക്കുന്നു. അവന്റെ രണ്ട് കണ്ണുകളും കറുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അവൻ ആ ഒരു കയർ പോലും ഇല്ലാതെ പതിയെ ഈ ഒരു ചിലന്തികളെ പിടിച്ചു വരുമല്ലോ താഴേക്ക്, അതുപോലെ ക്രിസ്റ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ക്രിസ്റ്റി ആണെങ്കിൽ ഇത് കണ്ട് നല്ലതുപോലെ പേടിച്ചിട്ട്, ഹേയ് ബ്രാഡ്, നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ട് അവളുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അവൾ ആ ഒരു ശബ്ദങ്ങളിൽ കൺട്രോൾഡ് ആവാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ എന്തായാലും അതിന് തയ്യാറാവുന്നില്ല. അതിനെതിരെ പ്രതികരിച്ചിട്ട് ഇപ്പൊ ബ്രാഡ് പെട്ടെന്ന് ക്രിസ്റ്റീന്റെ ആ ഒരു ലോക്ക് ഉണ്ടല്ലോ അതെടുത്ത് അഴിച്ചുവിടാൻ നോക്കും. എന്താന്ന് വെച്ചാൽ അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ക്രിസ്റ്റീൻ അത് തടഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മാറി അടുത്തൊരു കല്ലിലേക്ക് ചവിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ ബ്രാഡ് ആ ഒരു കല്ലിലുണ്ടായിരുന്ന ഹുക്കുണ്ടല്ലോ അത് വലിച്ചൂരി അങ്ങ് താഴേക്കിടുന്നതും ഇപ്പൊ ക്രിസ്റ്റീൻ ആ ഒരു കല്ലിൽ മാത്രം പിടിച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പതിയെ വീണ്ടും വരുന്നു. എന്തിനാന്ന് വെച്ചാൽ അവളെ തള്ളിവിടാൻ വേണ്ടി. അങ്ങനെ കൈ കൊണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രാഡിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ആത്മാവ് വെളിയിലേക്ക് പോയിട്ട് അവനിപ്പോ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കാണ്. അതുപോലെ അവനിപ്പോ പിടിച്ചു നിൽക്കുന്നതോ കയറുമില്ല, കൂടാതെ ചെറിയൊരു കല്ലിലെ ഈ ഒരു പവർ അവന്റെ ഉള്ളിൽ നിന്ന് മാറുന്നതും അവന്റെ നിയന്ത്രണം വിട്ട് അവൻ നേരെ താഴേക്ക് വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ക്രിസ്റ്റീൻ നല്ലതുപോലെ കരയുന്നുണ്ട്. അതുപോലെ അവൾക്ക് ഇനി മുകളിലേക്ക് പോകാനായിട്ടും കഴിയത്തില്ല. ആ ഒരു ഒറ്റ ഹുക്കിലാണ് അവൾ അവിടെ നിൽക്കുന്നത്.
അതേസമയം താഴെ ഈ ഒരു ടീം മുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു റേഡിയോ ശബ്ദങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ കേൾക്കുമ്പോഴത്തേക്കും പല രീതിയിലുള്ള അലർച്ചകള്, പ്രത്യേകതര ശബ്ദങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ മനുഷ്യര് കരയുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഇതിനിടയിൽ തന്നെ നമ്മുടെ ക്രിസ്റ്റ്യൻ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഇവര് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ ബ്രാഡിനെ പറ്റി പറയും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇവർക്ക് കേൾക്കാൻ കഴിയത്തില്ല. കാരണം ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മുകളിൽ നമ്മുടെ കോൾട്ടൺ ക്രിസ്റ്റ്യനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ അവളായാലും നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും കോൾട്ടൺ പറയുന്നുണ്ട്, അല്ല ഈ ഒരു കാര്യം ബേസിലുള്ള നമ്മുടെ ആളുകളോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് മനസ്സിലാക്കിയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ താഴെ നമ്മുടെ ക്യാരി അവള് പറയുന്ന ഒരു കാര്യങ്ങളും ഇപ്പൊ ആ ഒരു റേഡിയോ സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ ജസ്റ്റിൻ ഇവരെ രണ്ടുപേരെയും ക്രിസ്റ്റ്യന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. കാരണം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ജസ്റ്റിനും ഇവര് രണ്ടുപേരും മുകളിലേക്ക് പോകാനായിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് നടന്നു പോകുമ്പോഴത്തേക്കാണ് ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരുത്തന്റെ വണ്ടി അവിടെ കിടക്കുന്നത് ഹീറോ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ പാരച്യൂട്ട് ഉണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി ഹീറോ ആ ഒരു വാനിനടുത്തേക്ക് നടന്നു ചെല്ലും. ഇവിടെ കോൾട്ടൺ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഓക്കെ, ബേസിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് അവരതിൻ്റെതായുള്ള കാര്യങ്ങൾ ചെയ്യും, നമുക്ക് എന്തായാലും മുകളിലേക്ക് തന്നെ പോവാന്നും പറഞ്ഞ് ഇവര് മുകളിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ നമ്മുടെ ക്രിസ്റ്റ്യന് ആ ഒരു ഒറ്റ ഹുക്ക് മാത്രം ഉള്ളത് കൊണ്ട് അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു പാറയിൽ മാത്രം അവൾ പിടിച്ച് വിറച്ചിങ്ങനെ നിൽക്കാണ്. ഇവിടെ താഴെയാണെങ്കിലോ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ജസ്റ്റിനും മുകളിലേക്ക് കയറുന്നതിന് മുന്നേ ആ ഒരു അപൂർവം പറഞ്ഞ കാര്യം ഹീറോ ജസ്റ്റിനോട് പറയുന്നുണ്ട്. അവൻ എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം വിശ്വസിക്കും. അങ്ങനെ മലയുടെ മുകളിൽ ബാക്കിയുള്ളവരെല്ലാം പതിയെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെയാണെങ്കിൽ നമ്മുടെ ഹീറോയും ജസ്റ്റിനും ഇവര് രണ്ടുപേരും മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ജസ്റ്റിൻ മുകളിലേക്ക് കയറുന്ന സമയത്ത് അവന്റെ പിടി വിട്ട് നേരെ താഴേക്ക് വന്നിട്ട് അവന്റെ കൈ വന്ന് ഈ ഒരു പാറയിലിടിക്കും. അതുകൊണ്ട് ഇനിയിപ്പോ ബാക്കി അവന് മുകളിലേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം ക്യാരിയോട് വിളിച്ചു പറയും, ഇതുപോലെ ജസ്റ്റിന് കൈ വയ്യ, അവൻ എന്തായാലും മുകളിലേക്ക് കയറാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ക്യാരി പറയും ഓക്കെ ഞാൻ എന്തായാലും മുകളിലേക്ക് പോവാന്ന് പറഞ്ഞ് ഗേബിനോട് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഗേബ് പറയുന്നുണ്ട്, ഇല്ല ക്യാരി നീ എന്തായാലും മുകളിലേക്ക് പോകണ്ട, നീ ഇവിടെ നിൽക്കാൻ പറയുമ്പോൾ അവള് കേൾക്കാതെ നേരെ മുകളിലേക്ക് പോകും. അങ്ങനെ ക്യാരി വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു അപ്പൂപ്പൻ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ബ്രാഡിന്റെ ഹെൽമെറ്റ് ഉണ്ടല്ലോ അത് ആ ഒരു അപ്പൂപ്പന് കിട്ടും. ആ ഒരു ഹെൽമെറ്റിലാണെങ്കിൽ ക്യാമറ ഉണ്ട്. അപ്പൊ ഇതിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല, കുറച്ച് ശബ്ദങ്ങൾ കേട്ടു എന്നും പറഞ്ഞിട്ട് ക്യാരിയെ ഇവിടെ നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവള് പറയും, ഇല്ല എനിക്ക് എന്തായാലും മുകളിലേക്ക് പോയേ പറ്റൂ, ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് വില്യമിന്റെ അടുത്ത് എത്തണമെന്ന് പറയുമ്പോൾ അവരപ്പൂവൻ പറയും നിനക്കത് കഴിയത്തില്ല, കാരണം വില്യം ഇപ്പൊ ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവള് ആ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ഹെൽമെറ്റ് വാങ്ങി വാനിലിരിക്കുന്ന അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അവള് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പൊ ഇവനാണെങ്കിലോ ആ ഒരു ക്യാമറ എടുത്ത് അത് പരിശോധിക്കാണ് അതിലെന്താണുള്ളതെന്ന്. അപ്പൊ അവൻ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ബ്രാഡ് ക്രിസ്റ്റിയെ ഉപദ്രവിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതെല്ലാം അവൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് വേറെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഈ ഒരു ശബ്ദം അവന് നല്ലതുപോലെ കേട്ടിരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഹെഡ്സെറ്റ് ഊരി മാറ്റി അവൻ ആകെ പേടിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു ആന്റിന ആംപ്ലിഫയർ ഉണ്ട്, അതെടുത്ത് ഫിക്സ് ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു സേഫ്റ്റി റോപ്പ് ഉണ്ടല്ലോ അതില്ലാതെ ഇപ്പൊ മുകളിലേക്ക് കയറാണ്. കാരണം എന്താന്ന് വെച്ചാല് ജസ്റ്റിനെ കയ്യിൽ പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അവൻ ഈ ഒരു റോപ്പിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു റോപ്പ് മുഴുവനായിട്ട് അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വില്യം മുകളിലേക്ക് കയറി പോകുന്നു. കാരണം ക്രിസ്റ്റീന്റെ അടുത്തേക്ക്. ക്രിസ്റ്റീൻ ആണെങ്കിലോ ഇപ്പോഴും അവിടെ തന്നെ പിടിച്ചിങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവൻ പിടിച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു തവണ അവന്റെ കൈ വിടുന്നുണ്ട്. പക്ഷെ അവൻ മറ്റൊരു കല്ലിൽ പിടിച്ചു കിടക്കുമ്പോൾ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വന്നു പോകുന്നു, ഹാലിസിനേഷൻ ആവുന്നത് പോലെ. പക്ഷെ അവൻ കുറച്ചു നേരം അത് കൺട്രോൾ ചെയ്ത് വീണ്ടും മുകളിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ജസ്റ്റിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ക്യാരി ഉണ്ടല്ലോ അവളിപ്പോ ഒരു വിധത്തിൽ ജസ്റ്റിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവനെ കൊണ്ട് ഉടനെ തന്നെ താഴേക്ക് വേണം. അപ്പൊ ജസ്റ്റിൻ പറയും ശരി നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ തന്നെ താഴേക്ക് ഇറങ്ങാം, ബാക്കി എല്ലാവരും ഇനി എന്തായാലും താഴേക്ക് വരത്തില്ല, അവര് മുകളിലേക്ക് തന്നെ പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനിപ്പോ പിടിച്ച് അവസാനം നമ്മുടെ ക്രിസ്റ്റ്യന്റെ അടുത്തേക്ക് എത്തി. ഹീറോയെ കാണുമ്പോഴത്തേക്കാണ് ക്രിസ്റ്റ്യന് ഇത്തിരി സമാധാനാവുന്നത്. അവൾക്ക് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ആ ഒരു ടെന്റ് അടിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ എമിലിയും ലക്കിയും അവര് രണ്ടുപേരും ആ ഒരു ടെന്റിലിരുന്നിട്ട് ഇന്ന് നടന്ന ആ ഒരു കാര്യങ്ങളെ പറ്റിയല്ലേ ഇവർ സംസാരിക്കുന്നു. അപ്പോഴാണ് ലക്കി പറയുന്നത്, സാധാരണ നമ്മുടെ കൂടെ വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാല് നമ്മളത് പാതിയിൽ വെച്ച് നിർത്തി തിരിച്ചു പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നില്ല, നമുക്ക് എന്തായാലും മുകളിലേക്ക് തന്നെ പോകണം എന്നുള്ള കാര്യം അവൻ പറയുമ്പോൾ ഇവിടെ നമ്മുടെ കോൾട്ടനും ജെസ്സിയോട് അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തുന്നു, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ക്രിസ്റ്റീനും അവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ക്രിസ്റ്റീൻ ബ്രാഡിന് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അതേപോലെ തന്നെ അവൻ കാണിച്ചു കൂട്ടിയ ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ അത് വിശ്വസിക്കുന്നില്ല. കാരണം കയറില്ലാതെ ചിലന്തിയെ പോലെ മുകളിൽ നിന്നും താഴേക്ക് വരിക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ ആദ്യം പറയുമ്പോൾ ക്രിസ്റ്റി പറയും എനിക്ക് ബ്രാഡിന്റെ മുഖം കണ്ടിട്ട് തന്നെ നല്ലതുപോലെ പേടിയായിരുന്നു, അങ്ങനെയായിരുന്നു ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഹീറോ ഈ ഒരു താഴെ ആ ഒരു അപ്പുവനുണ്ടല്ലോ അയാൾ പറഞ്ഞ കാര്യം ക്രിസ്റ്റീനോട് പറയാണ്. അതേസമയം ഇവിടെ താഴെ നമ്മുടെ ക്യാരി ജസ്റ്റിൻ എന്ന് പറഞ്ഞ അവനെ എങ്ങനെയെങ്കിലും താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു വാനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ്
ഗേബ് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓടി ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഇവരങ്ങ് പേടിച്ചു പോകും. ഏയ് നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങൾ പെട്ടെന്ന് വാ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ക്രിസ്റ്റീനും അതേപോലെ തന്നെ ഹീറോയും ഇവര് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇപ്പൊ ക്രിസ്റ്റീൻ പറയുന്നതെന്ന് വെച്ചാൽ താഴെയുള്ള ആ ഒരു അപ്പൂവൻ പറഞ്ഞത് പ്രകാരം നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു കാര്യം നമ്മളിലൂടെ താഴെയുള്ളവരായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ ആ ഒരു വാനിൽ കാണിക്കുമ്പോഴത്തേക്കും ഗേബ് കണ്ടുപിടിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഇവരെ രണ്ടുപേരായിട്ട് ഇങ്ങനെ കാണിക്കാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ക്യാരിയും ജസ്റ്റിനും നല്ലതുപോലെ പേടിക്കും. അപ്പോഴാണ് ഗേബ് അവൻ അതിൽ കേട്ട ആ ഒരു ശബ്ദങ്ങളുണ്ടല്ലോ അതിപ്പോ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ശബ്ദങ്ങളായിട്ട് അവരിങ്ങനെ കേൾപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് പേര് ഇങ്ങനെ പാട്ട് പാടുന്നത് പോലെയെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ജസ്റ്റിൻ വില്യം പറഞ്ഞ ആ ഒരു കാര്യം ഇവരോട് പറയുന്നത്. അവൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല, എന്നിരുന്നാലും അവൻ പൂർണ്ണമായിട്ടും എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. അതേസമയം ഇവിടെ മുകളില് ലക്കിയും അതേപോലെ തന്നെ എമിലി ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു ടെന്റില് ലക്കി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ടെന്റ് നല്ലതുപോലെ കുലുങ്ങുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ എമിലിയെ അവിടെ കാണുന്നില്ല. അവൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എമിലിയെ ആ ഒരു ശക്തി കൺട്രോൾ ചെയ്തിട്ട് അവൾ ആ ഒരു ടെന്റ് വലിച്ച് താഴേക്കിടാൻ വേണ്ടി അതിന്റെ ഒരു ഹുക്ക് വലിച്ചങ്ങ് താഴേക്കിടും. അപ്പോഴേക്ക് ഇത് കണ്ട് ലക്കിയാണെങ്കിലോ അടുത്തൊരു റോപ്പ് എടുത്തിട്ട് അതവൻ സേഫാക്കി തന്നെ തൂങ്ങിക്കിടന്ന് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് രണ്ടാമത്തേതും വലിച്ചുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്ക് ലക്കി ഈ ഒരു കാര്യം കോൾട്ടനെ വിളിച്ച് പറയുമ്പോൾ അവൻ താഴേക്ക് നോക്കി എന്നെ ടൂർച്ച് അടിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ എമിലി അവിടെ നിന്ന് വീണ്ടും സ്പൈഡർ പോകുന്നത് പോലെ അങ്ങനെ ആ ഒരു മലയുടെ മുകളിലേക്ക് പോയിട്ട് താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. അവള് മരിച്ചതെന്ന് തോന്നുന്നു, കാരണം അവൾ അലാറി വിളിക്കുന്ന ആ ഒരു ശബ്ദം മാത്രമേ ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ക്രിസ്റ്റീൻ ഇവര് രണ്ടുപേരും എഴുന്നേറ്റിട്ട് ഇപ്പോ നമ്മുടെ ലക്കി ആണെങ്കിലും അവന് നടന്ന ആ ഒരു കാര്യം എമിലി എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ട് അവള് മരണപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരോടും ഇങ്ങനെ പറയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, മുന്നോട്ട് തന്നെ പോവാന്നും പറഞ്ഞ് അടുത്ത ദിവസം ഇവര് വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതേസമയം ഇവിടെ ഗേബ് ഉണ്ടല്ലോ, അവൻ ആ ഒരു സൗണ്ട് എല്ലാം നല്ലതുപോലെ വർക്ക് ചെയ്ത് അതെല്ലാം സെപ്പറേറ്റ് ആക്കി ഓരോ സൗണ്ടും എന്താണെന്ന് ഇങ്ങനെ കേട്ടു നോക്കുകയാണ്. അതുമല്ല ഒരു സൗണ്ട് എഞ്ചിനീയറെ അവൻ സഹായത്തിനായിട്ടും വിളിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ബ്രാഡിന്റെ അടുത്ത് നിന്നാണ് ആ ഒരു സൗണ്ട് വന്നിട്ടുള്ളത്. ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റിയും അതേപോലെ തന്നെ ഹീറോയും ഇവര് പതിയെ മുകളിലേക്ക് കയറുന്നു. അപ്പോഴാണ് ഇവിടെ താഴെ ഗേബ് ഈ ഒരു ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കി. അതൊരു ആണിന്റെ ശബ്ദമാണ്. അതിൽ പറയുന്നത് ഞാൻ ഇവിടെയുണ്ട്, എന്റെ അടുത്തേക്ക് വരൂ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഗേബ് പറയും അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു ക്രീച്ചർ ഈ ഒരു മലയുടെ മുകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ കോൾട്ടന്റെ അടുത്ത് കാണിക്കുമ്പോൾ ജെസ്സിയും അതേപോലെ തന്നെ ലക്കിയും ഇവര് രണ്ടുപേരും ഇന്നലെ മുകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോ രണ്ടുപേരും താഴേക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കും. അപ്പോൾ കോൾട്ടൻ പറയുന്നുണ്ട് ഹേയ് ഇത് മാത്രമേ ഉള്ള ഒരു ഒറ്റ അവസരം, നമുക്ക് വേറെ ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ലില്ല ഞങ്ങൾ എന്തായാലും താഴേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും താഴേക്ക് പോകും. ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത് നമ്മുടെ ക്രിസ്റ്റീൻ, ഹീറോ, കോൾട്ടൻ ഇവര് മൂന്നുപേരും മാത്രമാണ്. അങ്ങനെ ഇവര് മുകളിലേക്ക് കയറുന്ന ആ ഒരു കാര്യം താഴെയുള്ള ക്യാരീനെ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജെസ്സിയും ലക്കിയും താഴേക്ക് വരുന്നുള്ള ഒരു കാര്യം ഇവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇനി മുകളിലേക്ക് പോകാൻ പോകുന്നത് ഇവര് മൂന്നുപേരും മാത്രമാണല്ലോ. അങ്ങനെ കോൾട്ടൻ പതിയെ മുകളിലേക്ക് കയറുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ ക്രിസ്റ്റീന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കയറ് വാങ്ങിയിട്ട് അവൻ പതിയെ മുകളിലേക്ക് കയറാണ് അവളെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ താഴെ നമ്മുടെ ക്യാരിക്ക് അത്രയും ദേഷ്യം, കാരണം ഇനി ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ശബ്ദം കേട്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരോട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നില്ല. അതേസമയമാണ് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ മുകളിലേക്ക് പോയിട്ട് ആ ഒരു കയറ് ക്രിസ്റ്റീൻ ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അവൾ ചോദിക്കും ഏയ് നീ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല ക്രിസ്റ്റീൻ, നിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് എന്തായാലും താല്പര്യമില്ല, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ താഴെ ഗേബ് ക്യാരിയോട് പറയുന്നുണ്ട് കോൾട്ടന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് ഒരു കാര്യം കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗുയൂസ്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരാൾ പറഞ്ഞതുപോലെ കോൾട്ടനെ എന്തോ ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കത് കൂടുതൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ കോൾട്ടനും അവസാനം ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറി. അങ്ങനെ മുകളിലേക്ക് വന്ന ആ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും കൈയെല്ലാം കൊടുത്ത് ആ മലയുടെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് വർഷങ്ങൾക്ക് മുന്നേ ഇതിന് മുകളിലേക്ക് കയറിയ ഒരാള് അവിടെ മരിച്ചിരിക്കുന്നത് അയാളുടെ അസ്ഥി മാത്രം ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ കോൾട്ടനും അതേപോലെ തന്നെ ഹീറോയും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങാണ്. ഇതിൽ കോൾട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് എനിക്കിതിന് മുകളിലേക്ക് വരാനായിട്ട് ഒരു വേറെ ചോയ്സ് ഇല്ലായിരുന്നു, പക്ഷേ നീ ഇതിന് മുകളിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും അല്ല കോൾട്ടൻ നീ എന്താ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, നിന്നെ പറഞ്ഞു വിട്ടത് ഇവിടെ താഴെയുള്ള ആ ഒരാള് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി എന്തായാലും കോൾട്ടൻ അല്ല ഈ ഒരു സംസാരിക്കുന്നതെന്ന്, കാരണം അവന്റെ രീതി ഇങ്ങനെയല്ല. അങ്ങനെ കോൾട്ടൻ ദേഷ്യം നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ഒരു മലയുടെ മുകളിലേക്ക് നമ്മുടെ ക്രിസ്റ്റീനും കയറി വരുന്നു. അവൾ കയറി വരുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും ഹേയ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കോൾട്ടൻ പെട്ടെന്ന് പറയും ഓക്കെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയും ക്രിസ്റ്റീനെയും നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട്
ഭൂമിയിൽ നിന്നല്ലാത്ത മറ്റൊരു പാറ ഇതിന് മുകളിലിരിപ്പുണ്ട്. അപ്പോൾ ക്രിസ്റ്റി ചോദിക്കും, ഇതാണോ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കാം. അപ്പോഴേക്കും കോൾട്ടനും അതെ അതായിരിക്കാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ കോൾട്ടനും അതേപോലെ തന്നെ ക്രിസ്റ്റീനും ആ ഒരു ഏജൻസി ഉണ്ടല്ലോ, അവർ പറഞ്ഞിട്ടാണ് ഇതിന് മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം ഒരിക്കലും ഹീറോയ്ക്ക് അറിയത്തില്ല. ഹീറോ ഇപ്പോൾ മനസ്സിലാക്കും, ഹേയ് ക്രിസ്റ്റീൻ, അപ്പോൾ നീയും അവരോടൊപ്പം ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് നിയമങ്ങളുണ്ടായിരുന്നു, അത് പറയാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, സോറി വില്യം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാരി താഴെ നിന്നും ഇവരെ വിളിച്ചിട്ട് ആ ഒരു കാര്യം പറയുന്നത്. കാരണം ഇവർ കണ്ടുപിടിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, ശബ്ദം, അതേപോലെ തന്നെ അതിന് മുകളിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന്. ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വില്യം പറയുന്നുണ്ട്, അതെ ഞങ്ങളത് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗേബ് പറയും, ശരി എനിക്ക് എന്തായാലും കൺഫേം ചെയ്യണം, നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടെന്ന് ഓരോരുത്തരായിട്ട് മൈക്കിൽ ഇങ്ങനെ പറയുമ്പോൾ വേറെ ഒന്നല്ല, ഇവരുടെ ഉള്ളിൽ ആ ഒരു ശക്തി കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹീറോ പറയും, അതെ ഞാനിവിടെ ഉണ്ട്. ക്രിസ്റ്റി പറയും, ഞാനിവിടെ ഉണ്ട്. കോൾട്ടനും പറയും, ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായോ? പെട്ടെന്നാണ് നമ്മുടെ ഗേബ് പറയുന്നത്, ഗായ്സ് ഇപ്പൊ എനിക്ക് മനസ്സിലായി അതാരാണെന്ന്. നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നതിന് മുന്നേ തന്നെ താഴേക്ക് പോയ ലക്കി ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് മുകളിലേക്ക് കയറി വരുന്ന കാരണം ഇപ്പൊ അവന്റെ ദേഹത്താണ് അത് കയറിയിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കോൾട്ടനെ അടുത്തുള്ളൊരു പാറയിലേക്ക് ഒരു ഒറ്റയിടി കോൾട്ടന്റെ ബോധം പോയി. എന്നിട്ട് ഇവരെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്, ജസ് എന്ന് പറഞ്ഞ് ഇവനോടൊപ്പം താഴേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ ഇടയ്ക്ക് വെച്ച് തൂക്കി കൊന്നിട്ടാണ് ലക്കി ഇപ്പോൾ മുകളിലേക്ക് കയറിയിട്ടുള്ളത്. പാവം ആ ഒരു പെണ്ണ്, അവളെ ഇവൻ കൊന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റി എന്താ ചെയ്യുന്ന വെച്ചാൽ ഓടി വന്ന് ലക്കിയെ പിടിച്ചിങ്ങനെ ഇടിക്കും. പക്ഷെ അവനാണെങ്കിൽ അവളെ പിടിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു കയറുണ്ടല്ലോ അത് മൊത്തമായിട്ട് എടുത്ത് താഴേക്ക് എറിയും. കാരണം ഇനി ഇവർക്ക് താഴേക്ക് പോയിട്ട് കഴിയത്തില്ല ആ ഒരു കയറില്ലാതെ. എന്നിട്ട് നമ്മുടെ ക്രിസ്റ്റിയോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്റ്റി തിരിച്ച് അവനെ അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു കല്ലിനുള്ളിൽ നിന്നും എന്തോ ഒരു ശക്തി പുറത്തേക്ക് വന്ന് ഒരുപാട് സൗണ്ടുകളെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ക്രിസ്റ്റിക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം ലക്കിയെ അടിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു ശബ്ദം വന്നു കഴിയുന്നതും പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ലക്കിയുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ശക്തി മാറുന്നുണ്ട്. അവനിപ്പോ സാധാരണ അവസ്ഥയിലേക്ക് ആവുമ്പോൾ സത്യത്തിൽ ആ ഒരു കാര്യം കയറിയിട്ടുള്ളത് ക്രിസ്റ്റിയുടെ ദേഹത്താണ്. ക്രിസ്റ്റി അവനെ അങ്ങനെ അടിച്ചിട്ട് താഴേക്കിട്ട് ലക്കിയെ അങ്ങനെ പിടിച്ച് ഈ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്കൊരു ഒറ്റയേറ് അവനും താഴെ വീണ് മരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ആ ഒരു അപ്പൂവൻ കൊടുത്ത ഒരു വടി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങനെ ഓടി വന്നിട്ട് ആ ഒരു കല്ലിലേക്ക് ഒരു ഒറ്റയടി അടിക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അതെല്ലാം മാറി അത് വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് നേരെ വന്ന് നമ്മുടെ കോൾട്ടനെ പരിശോധിക്കുമ്പോഴത്തേക്കും അവന്റെ അവസ്ഥ വളരെ മോശമാണ്. അവനിപ്പോൾ അവസാനമായിട്ട് ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ കോൾട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. കാരണം അവനെ താഴേക്ക് വരാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും താഴേക്ക് പോയിട്ട് തീരുമാനിക്കണം. പക്ഷേ ഈ ഒരു കയറൊന്നുമില്ലാതെ എങ്ങനെ താഴേക്ക് പോകും എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഞാൻ ദേ പാരച്യൂട്ട് കൊണ്ടുവന്നിരുന്നു എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു പാരച്യൂട്ട് കൊണ്ട് നേരെ താഴേക്ക് ചാടി രണ്ടുപേരും രക്ഷപ്പെട്ട് താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഭവം കഴിഞ്ഞ് ഇവർ നേരെ തിരിച്ചുപോയി. നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ സേഫായിട്ട് തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അവൻ്റെ അച്ഛനും അത്രയും സന്തോഷമുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം സാധാരണ രീതിയിൽ എങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കോൾട്ടനെ കാണിക്കുമ്പോൾ ഈ ഒരു പാറയുടെ മുകളിൽ നിന്നും പല ആളുകളുടെ ശബ്ദം അവന്റെ ചെവിക്കുള്ളിലേക്ക് തന്നെ കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ കണ്ണു തുറക്കുന്നതും ആ ഒരു ശക്തി ഇപ്പോൾ അവനെ കൺട്രോൾ ചെയ്തു എന്ന് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മലയുടെ മുകളിലുള്ളത് എന്തോ ഏലിയൻ കല്ലോ അല്ലെങ്കിൽ ആ ഒരു കല്ലിനുള്ളിൽ ഏതെങ്കിലും ഏലിയൻസ് ഉണ്ടാവും. അതായിരിക്കും ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വരാൻ വേണ്ടി ഇതുപോലെ മനുഷ്യരെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.